ഹായ് ഗായ്സ്, അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം പുതിയൊരു വ്ളോഗായിട്ട് വന്നതാണ്. ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ സൈന പ്ലസ് ടീം വന്നിക്കണേ. അപ്പോൾ ഞാൻ റെഡി ആയില്ല, ഓരിവിടെ ഓൾറെഡി എത്തി. ചിക്കു മീൻസ് ആങ്കർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റെഡി ആയി വരുന്നതാണ്. നമുക്ക് വേഗം പോയി ഡ്രസ്സ് മാറ്റി വരാം. ഓക്കെ, മിഷ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും മിഷാനെ വെയിറ്റ് ചെയ്യാണ്. ഉമ്മ താഴത്തുനിന്ന് ചായ എടുക്കുന്നുണ്ട്. ബാക്കി ടീമൊക്കെ ക്യാമറയും കാര്യമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാക്കി റെഡി ആയിട്ട് കാണിച്ചു തരാം. നേരെ പോയി റെഡി ആയിട്ട് വരാം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് റെഡിയായി. ഞങ്ങളെ ഫസ്റ്റ് കപ്പിൾ ഇൻ്റർവ്യൂ ആണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് വരാം. എടുക്കേ ശരിയാ, ഞാൻ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാണെങ്കിലും മിഷാൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഒരു ചായ കുടിക്കുക, ഞങ്ങൾ പോയി കാണിച്ചു തരാം. ആരൊക്കെ വന്നേ കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ഞാൻ വരുമ്പോൾ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു, പിന്നെ വേഗം വന്ന് മാറ്റി. ഞങ്ങൾ മാറ്റി വരുമ്പോഴേക്കിനും ഒരു ചായ കുടിച്ച് കഴിഞ്ഞ് ഇവിടെ ക്യാമറ എടുത്ത് ഫോൺ ഞാൻ മിഷാവി മാറ്റി വരുമ്പോഴേക്കിനും ചായ കുടിച്ച് കഴിഞ്ഞ് ഉമ്മക്ക് ചായ ഒക്കെ എടുത്ത് കൊടുത്ത് കടിയൊക്കെ തിരിച്ച് വെക്കുകയാണ്. എനിക്കിന്ന് ഇഷ്ടപ്പെട്ട കടിയാണ് കാണിച്ചത്. ഗായ്സ്, ഇവിടെ ഞങ്ങൾ ട്രയൽ നടത്തല്ലേ, ഇൻട്രോ പ്രാക്ടീസിലാണ്. ക്യാമറ സെറ്റ് ചെയ്തു. പിന്നാമ്പുറ കാഴ്ചകൾ കാണിച്ചു തരാം. ഹായ്. അതെ, യെസ്, അതെ അതെ. ഇക്കാന്ന് പറയണ്ട, ഞങ്ങൾ എടാമ്പോഴ ബന്ധാണ്. ഞാൻ 25, 26. ചേച്ചിയാണല്ലേ. ഓ, ഞമ്മക്ക് ചേച്ചിന്ന് വിളിക്കല്ലേ. ഗെയിംസ് ഒക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടല്ലേ. ഞങ്ങൾ പൊളിക്കോ. ഓ മതി. എന്തൊക്കെയോ പണികൾ കണ്ടു വന്നതാണിതാ. വിശാലിന്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്. മുളക് പ്രാക്ടീസ്. വിശാലിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എന്താ പറയാനുള്ളത്? ഞാന് ഫേസ് റിവ്യൂ ചെയ്തതിനുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആ. അപ്പോൾ ഗൈസ്, ഞങ്ങളെ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞ് ഇനി അടുത്ത ഗെയിമിന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കു ഞങ്ങൾക്ക് പണി തന്നോണ്ടിരിക്കുന്നു. സമയം 1:30. വിശാലിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോ കാണിച്ചെടുക്ക്, ഫസ്റ്റ് ഗെയിമിന്റെ ഫോട്ടോ. ഇതിന്റെ കോലെന്താ വിശാൽ? നമുക്ക് ഇനി നമുക്ക് അടുത്ത ഗെയിം എന്താ നോക്കാം ഗൈസ്. അടുത്ത ഈ ഇത് വെച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് മറ്റേ ആക്ഷൻ കാണിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ അല്ല, ഇതിപ്പോ ഇന്നിപ്പോ കാണിക്കോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയുമുണ്ട്. ഗായ്സ്, ഞങ്ങള് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങളെ കപ്പിൾ ഇന്റർവ്യൂ ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഓല് ഫുഡ് കഴിക്കാണ്. ഞങ്ങളെ ഉമ്മച്ചി വന്നിക്കണേ. ഉമ്മച്ചിക്ക് ബേജാറാണ് ഞാൻ ഫോണിൽ കാണിച്ചിട്ട്.
ഞങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളെ ഇന്റർവ്യൂ സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം പറയോ? ആണോ? ഞങ്ങൾക്ക് അടിപൊളി. എനിക്ക് പിന്നെ നിങ്ങളെ പരിചയം ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലേ അല്ലേ? ഓക്കെ, നിങ്ങളെന്നാ റിലീസാക്കാന്ന് പറയൂ. പെട്ടെന്ന് തന്നെ ഔട്ട് പോകുന്നതായിരിക്കും അല്ലേ? അപ്പൊ ഗൈസ് എല്ലാരും വെയിറ്റ് ആൻഡ് സീ. നമ്മളെ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ എല്ലാരും? ഓക്കെ, നമ്മളെ ചാനല് സൈന. ഓക്കെ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യാ. അതെ, നമ്മുടെ ലവ് സ്റ്റോറി ഒക്കെ അവര് കുറച്ച് പറയാൻ ചോദിച്ചു നമ്മളെ വശീകരിച്ചാൽ പറയിപ്പിച്ചോള്. അതെ ഗൈസ്, അപ്പൊ കാത്തിരുന്നു കാണുക. ഓക്കെ, ബൈ. ഫുഡ് കഴിച്ചോളി. സോറി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ടീം പോവാണ് ഗൈസ്. ഇനി വൈകാതെ തന്നെ വീഡിയോ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നത്. ഒരാൾ അവിടെ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മളെ ഇന്റർവ്യൂ കഴിഞ്ഞ് സംഭവം അടിപൊളിയായിരുന്നു. ഞാനും ഷൗട്ടിയുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ്. അപ്പം എന്തെന്നായിരിക്കും നമ്മളെ ഒരു മിനിറ്റ്, നമ്മുടെ ഒരു സൈഡ് ടേബിൾ നീക്കി വെച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവിൻ്റെ ഒരു സെഷൻ എങ്ങനെ ആയിരിക്കും, ഫണ്ണായിരിക്കുമോ, ഭയങ്കര ക്വസ്റ്റ്യൻസും ഓരോരോ ഇതെങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ളൊരു ഇതില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. കഴിഞ്ഞാൽ നമ്മളെ ഇന്റർവ്യൂവിൽ മിഷാനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവനക്ക് കുറച്ച് ചമ്മലൊന്നും ആയിട്ടും ഇരുന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മളെ കപ്പിൾ ഇന്റർവ്യൂ ആകുമ്പോൾ മിഷാക്ക് ഇരിക്കാണ്ടിരിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. കുറേ ഗെയിംസും ഒരു 3 ടൈപ്പ് ഗെയിംസും പിന്നെന്തോ എനിക്ക് മുളകും നാരങ്ങയൊക്കെ ഉണ്ടോ ഞാൻ വെച്ചെന്തോ പണിഷ്മെന്റ് തരാനുള്ള പരിപാടിയാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ പണിഷ്മെന്റ് ഒന്നും തന്നില്ല. നമ്മൾ ഗെയിമൊക്കെ നല്ല എൻജോയ് ചെയ്ത് തന്നെ ചെയ്ത് ഒരു നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാനും വിഷയം തമ്മിൽ മത്സരമായിരുന്നു. അല്ല, ഞാനും ആങ്കറും ഞങ്ങൾ കപ്പിൾസും ആങ്കറും തമ്മിലുള്ള മത്സരമായിരുന്നു. ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. അപ്പം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. മാക്സിമം പെട്ടെന്ന് തന്നെയാണ് ഔട്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടത്തരവും മണ്ടത്തരമൊക്കെ വിളിച്ചറിയിക്കുന്നത്. അതുപോലെ ഞങ്ങൾ ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞു. ഞാൻ നമ്മളെ അക്കൗണ്ടിലിടാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഒരു തിരക്കിലായി പോയിട്ടാണ് പറയാണ്ട്. നല്ലാണ്ട് ഞാൻ ഭയങ്കര സംഭവമാക്കി ലാഗാക്കി നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് മുഷിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ഓരോരോ തിരക്കും അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിക്ക് സുഖമില്ലാണ്ടായി. പിന്നെ 2 ദിവസം വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ ആകെ മടിച്ച് വീഡിയോ ചെയ്യാനൊക്കെ മടിയായിട്ട് ഫുള്ള് കെടുത്തവും. പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായി. അങ്ങനെ പെൻഡിങ്ങിലൊക്കെ ആയി പോയിട്ട് അതിന് വിടാണ്ടതിന് ഇന്നുപോലെ ഞങ്ങളോട് കുറച്ച് പറയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു ത്രില്ലിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ലവ് സ്റ്റോറി അറിയുമ്പോൾ നമ്മളെ സ്റ്റോറി തന്നെ പറയുമ്പോൾ പൊതുവേ ലവ് സ്റ്റോറി കേൾക്കുമ്പോൾ ഒരു രസമാണ്. പിന്നെ നമ്മളെ സ്റ്റോറി ഓരിങ്ങനെ ചോദിച്ച് നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ ഓരും അങ്ങനെ എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ മീൻസ് ഓർക്ക് അതിൻ്റെ ഒരു റിപ്ലൈ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ബാക്കി ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോയി ഒരു കേട്ടിരിക്കുന്നൊക്കെ കണ്ട്. അങ്ങനെ ഞാൻ ഒരുവിധം നിങ്ങളോട് പറയാമെന്നൊക്കെ അതിൽ പറഞ്ഞു. ഇനി എനിക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ബാക്കി പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. കുറേ കാര്യങ്ങൾ കാണിച്ചൊക്കെ തരാണ്ട് പറയില്ല, അതൊക്കെ കാണിച്ചിട്ട് ഞങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മളെ വീഡിയോക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങളെ സ്നേഹം കമൻറ്റിൽ അറിയിക്കുക.